പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. രാവിലെ 11 മണിക്കാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഞായറാഴ്ച വരുന്ന കേന്ദ്ര ബജറ്റ്, കഴിഞ്ഞ വർഷം ഒരു ആദായ നികുതി ബൊണാൻസയൊക്കെ നൽകിയിരുന്നല്ലോ. അപ്പോൾ ഏത് മട്ടിലായിരിക്കും ഇത്തവണ ഒരു ബജറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുക. പരമ്പരാഗത രീതിയിലുള്ള നടപടികൾ തന്നെയായിരിക്കും ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാഷ്ട്രപതി ഗാർഡുകളുടെ അകമ്പടിയോടെ രാഷ്ട്രപതി ഭവനിൽ നിന്നും പാർലമെന്റിലെത്തുന്ന രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ഇരുസഭകളുടെയും അധ്യക്ഷന്മാർ ചേർന്ന് സ്വീകരിക്കും. 10:55 രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ എത്തിച്ചേരുക. അതിനു മുൻപായി 10:45 തന്നെ സഭകളിൽ ഉപവിഷ്ടരാകണം എന്ന് ഇരുസഭകളിലെയും അംഗങ്ങൾക്ക് സഭാധ്യക്ഷന്മാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം നടക്കുക. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ഫെബ്രുവരി 2 മുതൽ 4 വരെ 3 ദിവസമാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണത്തെ ബജറ്റ് സമ്മേളനം നടക്കുക. ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. ഈ ബജറ്റിൽ പ്രത്യേകിച്ച് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപായി നടക്കുന്ന ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ എന്തെല്ലാം പുതിയ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ ബജറ്റിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ് എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായുള്ള 9ാമത്തെ ബജറ്റാണ് ഫെബ്രുവരി 1 അവതരിപ്പിക്കുക. ക്രിസ്റ്റീന, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനപ്രിയമായ ഒരു ബജറ്റ് കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.